ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ഉള്ളിവടയാണ്. അതെങ്ങനെ ഉണ്ടാക്കുന്നത് അറിയാമോ പൊന്ന? നമ്മൾ ഈ എളുപ്പത്തിൽ നമ്മൾ ഈ ഹോട്ടലിലൊക്കെ കിട്ടത്തില്ലേ, അതെങ്ങനെ കിട്ടുന്ന പോലെ നമ്മൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ കാണാൻ പോകുന്നവരോട് പറഞ്ഞു കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം അല്ലേ? അപ്പം നമുക്ക് എങ്ങനെ ഉള്ളിവട ഉണ്ടാക്കുന്നത്, എളുപ്പത്തിൽ ഉള്ളിവട ഉണ്ടാക്കാൻ പോകുന്നതെന്ന് കാണാം. അല്ലേ ഡാക്കരെ? ഡണ്ണല്ലേ? ഡൺ. അതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് രണ്ട് സവാള അരിഞ്ഞത്, പച്ചമുളക് 2 എണ്ണം അരിഞ്ഞത്, അര സ്പൂൺ മുളക് പൊടി അല്ലേ, അര സ്പൂൺ ഉപ്പ്, പിന്നെ മൈദ നമ്മൾ എന്താ ഒരു അളവില്ലാതെ എടുത്തേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈദ ഇതിനകത്തിട്ട് ഇളക്കി അത് മുറുകുന്നതാണ് കണക്ക്. നമ്മളിതെല്ലാം കൂടെ ഇട്ട് കുഴച്ചിട്ട് അത് മുറുക്കാൻ വേണ്ടിയിട്ടാണ് മൈദ ഇടുന്നത്. അപ്പോൾ അത് സാധാരണ കടലമാവ് ഇട്ട് ഉണ്ടാക്കാറുണ്ട് ആൾക്കാർ, പക്ഷേ മൈദ ഇട്ട് ഉണ്ടാക്കാം. നമ്മളിപ്പോൾ ഇന്ന് മൈദ ഇട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് മിക്സ് ഒന്ന് ശരിയാക്കാം. എന്നിട്ട് അകത്ത് പോയിട്ട് എണ്ണ ചൂടാക്കിയിട്ട് നമുക്കിത് പൊരിച്ചെടുത്ത് ചായയുടെ കൂടെ കഴിക്കാം. അപ്പോൾ സവാളയും ഉപ്പൂടെ ഇട്ട് നമ്മൾ ഞെരടി അതിൻ്റെ വെള്ളം ഒന്ന് വരണം വരെ വെക്കുക. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമുക്ക് ആദ്യം ഇത് രണ്ടും കൂടെ നന്നായിട്ട് ഞെടുമ്പോൾ എന്താ വെച്ചാൽ ഈ സവാള അങ്ങ് സോഫ്റ്റായി കണ്ട നനവ് ഇറങ്ങുന്നുണ്ടോ? അപ്പോൾ ആ നനവ് ഒന്ന് വലിയേം കൂടെ വേണം. അതിന് വേണ്ടിയിട്ട് നമ്മളിത് 10 മിനിറ്റ് വെക്കണം. അപ്പോൾ ഇത് ഇത്ര ഞെവടിയാൽ മതി. നമുക്കിനി ഇതൊരു 10 മിനിറ്റ് ഇങ്ങനെ വെച്ചേക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി പരിപാടികൾ ചെയ്യാം. അപ്പോൾ നമ്മളിതിപ്പോൾ 10 മിനിറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആയ മുളകും പച്ചമുളക് അരിഞ്ഞതും മുളക് പൊടിയും ആഡ് ചെയ്യാം. പച്ചമുളകും മുളക് പൊടിയും നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു പാകത്തിന് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് എരിവ് കൂടുതൽ കഴിക്കേണ്ടവരാണെങ്കിൽ പച്ചമുളകും മുളക് പൊടിയും നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കണം. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ കുറച്ച് മൈദ ഇട്ടിടാം. കുറച്ച് ഇടണേ. അതങ്ങട് ഒരു സ്പൂൺ ഇട്ടോ. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് നമ്മൾ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ചായിട്ടാണ് മൈദപ്പൊടി ഇടുന്നത്. അതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു അളവ് പറയാത്തത്. ഒരു വലിയ സ്പൂൺ വെച്ചിട്ട് കേട്ടോ. ഒരു സ്പൂൺ ഇട്ടേക്കണേ. നമ്മളുണ്ടാക്കാൻ പോകുന്നതിനകത്ത് ആ മസാല ആയിരിക്കത്തില്ല മുന്നിട്ടിരിക്കുന്നത്, ആ ഉള്ളി ആയിരിക്കും മുന്നിട്ടിരിക്കുന്നത്. നമ്മൾ ഉള്ളിവടയാണല്ലോ ഉണ്ടാക്കുന്നത്, അപ്പോൾ ഉള്ളിയാണല്ലോ മുന്നിട്ടിരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഒട്ടുന്ന പരുവായിട്ടുണ്ട്. നമുക്ക് 1 സ്പൂൺ കൂടെ ഇട്ടിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. നിറച്ചിട്ട് ഒരു അര സ്പൂൺ വേണം. അര സ്പൂൺ പകുതി. ഓക്കെ, നമുക്ക് അത്യാവശ്യം നല്ല മുറുക്കം കിട്ടും. ഇത് ഇത്രയും ആകുമ്പോൾ നന്നായിട്ട് ഇളക്കണം കേട്ടോ. ഇത് നമുക്ക് അത്യാവശ്യം ആ ഒരു ഗ്രിപ്പ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് പരുവം ഇതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയും മതി. നമുക്കിത് വെച്ചിട്ട് ഇനിയിപ്പം വറുത്തെടുക്കാം. അപ്പോൾ നമ്മൾ ചീനിച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്.
നല്ല ഫ്ലെയിമിലാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ബാക്കി പരിപാടികൾ ചെയ്യാം അല്ലേ വേണ? നമ്മൾ ഉള്ളിവട എടുക്കാൻ പോകണം. അത് ഷേപ്പ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു ബോളിനകത്ത് കുറച്ച് വെള്ളം എടുത്തിട്ട് കൈ ഇങ്ങനെ വെള്ളത്തിൽ നനച്ചിട്ട്, നമുക്ക് പ്രത്യേകിച്ച് ഷേപ്പും കാര്യങ്ങളൊന്നുമില്ല ഉള്ളിവടയ്ക്ക്. നമ്മളിങ്ങനെ എടുക്കുക, കൊച്ചു കുട്ടി ഉള്ളിവട ഉണ്ടാക്കാം കേട്ടോ. ഇങ്ങനെ ഒരു ഷേപ്പിലാക്കിയിട്ട് നന്നായിട്ടിത് പരത്തുക. നന്നായിട്ട് പരത്താൻ പറയുന്നത് വെച്ചാൽ പരത്തി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ വീതി കുറവായതുകൊണ്ട് നമുക്ക് വറുത്തെടുക്കാൻ എളുപ്പമാണ്. അപ്പോൾ നമുക്കിത് ഇട്ട് നോക്കാം, ഒരെണ്ണം ട്രൈ ചെയ്ത് നോക്കാം. ഇത് നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ, എന്നാലേ അകം വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതൂടെ മാവൂടെ ഒന്ന് പരത്തി ഇതിൻ്റെ ഷേപ്പ് ആക്കിയിട്ട് ഇതെല്ലാം ഒന്ന് വറുത്ത് കഴിഞ്ഞിട്ട് ഒരു സെർവിങ് പ്ലേറ്റിലാക്കിയിട്ട് നിങ്ങളെ ഫൈനൽ റിസൾട്ട് കാണിക്കാം. ഓക്കെ, അപ്പം നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള ഉള്ളിവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ.